റീ റിലീസുകളുടെ കൂട്ടത്തിലേക്ക് വീണ്ടും ഒരു സിനിമയും കൂടി എത്തിയിരിക്കുകയാണ് സമറിൻ ബദ്ലഹേം. ഏകദേശം 27 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ 2 ദിവസം മുമ്പ് ആ ഒരു സിനിമയുടെ ഒരു പ്രസ് മീറ്റും അതിൻ്റെ പുതിയ ട്രെയിലർ ലോഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംവിധായകൻ സിബി മലയിൽ ഉൾപ്പെടെ കുറേ പേര് അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചും അതിൻ്റെ കുറച്ച് രസകരമായിട്ടുള്ള കുറേ ഓർമ്മകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 98 ഓണം സീസണിലാണ് സമറിൻ ബദ്ലഹേം തിയേറ്ററിലെത്തിയത്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ആ ഒരു ഓണം എന്ന് പറയുന്നത് സിനിമാ തിയേറ്ററുകൾക്കൊക്കെ ഒരു ചാകരയായിരുന്നു. കാരണം ഹരികൃഷ്ണൻസും സമറിൻ ബദ്ലഹേം ഇങ്ങനെ 2 വമ്പൻ സിനിമകളാണ് അന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെയും കുറച്ച് സിനിമകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പഞ്ചാബി ഹൗസും എത്തി. അങ്ങനെ ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ എന്താ പറയുക, ഡിസംബർ വരെ ശരിക്കും തിയേറ്ററിലൊക്കെ നിറഞ്ഞിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഓഡിയോ ലോഞ്ചോടനുബന്ധിച്ച് കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, അന്ന് ആ ഒരു സിനിമയുടെ ഭാഗമായിരുന്ന അതിൽ നമുക്കറിയാം 11 കസിൻസ്, അതിൽ കുറേ 5-6 ചെറിയ കുട്ടികളുണ്ട്. അതിലൊരു ആ കുട്ടികളൊക്കെ ഒന്ന് വലുതായി കുറേ 35-40 വയസ്സൊക്കെ ആയിട്ടുള്ള പ്രായമായിട്ടുള്ള കുറച്ച് പെൺകുട്ടികൾ, അവരൊക്കെ അതിലൊരു 3 പേര് അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ തമാശ രൂപേണ അവരൊക്കെ പറഞ്ഞു, മഞ്ജു വാര്യർ ഇപ്പോൾ അവരെക്കാട്ടൊക്കെ സീനിയറാണ്, മഞ്ജു വാര്യർ ചെറുപ്പമായിട്ടിരിക്കുന്നു, ഞങ്ങളൊക്കെ വയസ്സായി എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുറേ ഓർമ്മകൾ പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് അതിൽ ഇപ്പം ഇന്ന് നമുക്കറിയാം കുറേ പേരൊന്നും ജീവിച്ചിരിപ്പില്ല. അതിൽ കലാഭവൻ മണിയില്ല, പിന്നെ അതിൻ്റെ ലിറിക്സ് എഴുതിയ ഗിരീഷ് പുത്തഞ്ചേരി ഇല്ല, സുകുമാരി ഇല്ല, അങ്ങനെ കുറേ പേര് വിട്ടുപോയിട്ടുണ്ട്, ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ഇതിൽ അവരുടെയൊക്കെ ഫാമിലിന് ഇപ്പോൾ പുത്തഞ്ചേരിയുടെ ഫാമിലി അവരുടെ മക്കൾ വന്നിട്ട് മെമൻറ്റോ ഒക്കെ വാങ്ങിയിരുന്നു. പിന്നെ കലാഭവൻ മണിയുടെ കുടുംബം വരും എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അവർ വന്നില്ല. എന്തായാലും സിബി മലയിൽ ഈ ഒരു സിനിമയുടെ അന്നത്തെ കുറേ ഓർമ്മകളൊക്കെ പങ്കുവച്ചു. സിബി മലയിലും മഞ്ജു വാര്യരൊക്കെ പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിൽ സിബി മലയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു സിനിമയുടെ ആലോചന ശരിക്ക് വരുന്നത് ഹം ആപ്കെ ഹൈ കോൺ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമ ഒരിക്കൽ, അതായത് രഞ്ജിത്തും സിബി മലയിലും മായാമൊയ്യൂരൊക്കെ ഇവർ ഒന്നിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് ഇവരൊരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ഹം ആപ്കെ ഹൈ കോൺ സിനിമ ഇവർ തിയേറ്ററിൽ മദ്രാസിൽ വെച്ച് കാണുന്നതും. അപ്പോൾ ഇതുപോലൊരു ആഘോഷ സിനിമ മലയാളത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അതേപോലത്തെ ഒരു പാറ്റേണിലുള്ള സിനിമ, കുറേ പാട്ടും കുറേ സ്റ്റാർസൊക്കെ ഉള്ള ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആലോചനയാണ് ഇതിൻ്റെ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു വെക്കേഷൻ മൂഡുള്ള ഒരു സിനിമ. ശരിക്കും ഇത് തമിഴിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമയായിരുന്നു. അന്ന് KT കുഞ്ഞുമോൻ എന്ന് പറയുന്ന കാതലനൊക്കെ ചെയ്ത, ജെന്റിൽമാനൊക്കെ ചെയ്ത വമ്പൻ പ്രൊഡ്യൂസർ KT കുഞ്ഞുമോൻ തമിഴിലൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സിബി മലയിലിനെ അപ്രോച്ച് ചെയ്യണതും. പക്ഷേ KT കുഞ്ഞുമോൻ്റെ സിനിമകളുടെ അത്തരത്തിലുള്ള ഭയങ്കര വമ്പൻ ബ്രഹ്മാണ്ഡ സിനിമകൾ ചെയ്യാൻ സിബി മലയിലിന് താല്പര്യമില്ലാത്തതുകൊണ്ട് വേറൊരു കഥയൊക്കെ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു കഥയിലേക്ക് എത്തിയത്. പിന്നെ KT കുഞ്ഞുമോൻ മാറി മറ്റൊരു തമിഴ് പ്രൊഡ്യൂസർ വരുന്നു. അങ്ങനെ പ്രഭുവിനെയും ജയറാമിനെയും മഞ്ജു വാര്യരെയും വെച്ച് ഈ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമ ഇവർ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ മഞ്ജു വാര്യരോട് ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറയുന്നു, ജയറാമിനെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഇവർ തമിഴിൽ പോയിട്ട് ആ ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങി. ഏകദേശം ഒരു പാട്ട് വരെ എടുത്തു കഴിഞ്ഞിരുന്നു. എന്നിട്ട് ആ സിനിമ നിന്നു പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ വേറെ എന്തൊക്കെയോ റീസൺസ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ റീസൺസ് അറിയില്ല. എന്തായാലും ആ ഷൂട്ടിംഗ് നിന്നുപോയി, തമിഴിലെ പടം ഡ്രോപ്പ് ആവണം. അപ്പോൾ ആ ഒരു സിനിമ അന്ന് സംഭവിച്ചിരുന്നെങ്കിൽ മഞ്ജു വാര്യരുടെ ആദ്യത്തെ തമിഴ് സിനിമ അതാവുമായിരുന്നു. അങ്ങനെ അത് നടക്കാതെ തിരിച്ചു വന്ന ശേഷമാണ് വീണ്ടും മലയാളത്തിൽ ഒന്നുകൂടി പ്ലാൻ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് സിയാദ് കോക്കർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, കോക്കസ് ഫിലിംസ്, അവർ ഏകദേശം ഒരു 5 വർഷം മുമ്പ് തന്നെ, അതായത് സമറിൻ ബദ്ലഹേം സംഭവിക്കുന്ന 98 എന്ന് പറയുന്ന വർഷത്തിന് 5 വർഷം മുമ്പ് തന്നെ സിബി മലയിലുമായി ഒരു സിനിമ ചെയ്യണം എന്ന കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് അവർ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. അങ്ങനെ സിയാദ് കോക്കർ മറവത്തൂർ കനിവ് ചെയ്യുന്നൊരു സമയമാണ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നു. എന്നിട്ട് വീണ്ടും തുടങ്ങാം എന്ന് പറയുന്നു. അങ്ങനെയാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ കിടന്നു. ഇതിന് കുറച്ച് കാലം മുമ്പ് ജയറാം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇത് തമിഴിലൊന്നും നടന്നില്ല. പിന്നെ മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഡയറക്ടർക്കൊക്കെ. അതായത് ഇത് ജയറാമിൻ്റെ ഇപ്പം നമ്മൾ കാണുന്ന ആ ഡെന്നീസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ജയറാമിന്, രവിശങ്കർ എന്ന് പറയുന്ന ക്യാരക്ടർ ബിജു മേനനെയും ഇട്ടിട്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പോൾ ജയറാം പറഞ്ഞു വേണ്ട, എനിക്ക് രവിശങ്കർ തന്നെ മതി എന്ന് ജയറാം നിർബന്ധം പിടിച്ചു. ജയറാമിനെ കാരണം പറഞ്ഞത് അതിൽ ആ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറയുന്ന ഒരു പാട്ട്, ആ ഒരു പാട്ട് എനിക്ക് മിസ്സാവരുത്, അതാ രവിശങ്കറിനെ കിട്ടുള്ളൂ. അങ്ങനെയാണ് ജയറാം അത് ഉറപ്പിച്ചത്. പിന്നെ മറ്റേ റോള് സുരേഷ് ഗോപി വന്നു. അപ്പോൾ സുരേഷ് ഗോപി തൊട്ട് മുമ്പ് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലൊക്കെ ഭാഗമായതുകൊണ്ട് സുരേഷ് ഗോപി എന്താ പറയുക സന്തോഷത്തോടുകൂടി തന്നെ ആ കഥാപാത്രം സ്വീകരിച്ചു. അങ്ങനെയാണ് വന്നത്. പിന്നെ അതിൽ നമുക്കറിയാം ഇവരുടെ കൂടെ സുരേഷ് ഗോപിയും ജയറാമിൻ്റെ കൂടെ ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറാണ് കലാഭവൻ മണിയുടെ മോനായി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും അത് കുതിരട്ടം പപ്പ് വരുന്നു. കുതിരട്ടം പപ്പ് ഒരു സിനിമയുടെ വന്ന് ഷൂട്ടിംഗ് തുടങ്ങി 1-2 ദിവസം ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആ തണുപ്പ് പറ്റാതെ അദ്ദേഹം അവിടെ നിന്ന് പിന്മാറി. പകരമാണ് കലാഭവൻ മണി വരുന്നത്. ഇന്ന് പക്ഷേ നമുക്ക് കലാഭവൻ മണി അല്ലാതെ
വേറെ ആരും സങ്കല്പിക്കാൻ പറ്റില്ല. കുറേ മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. കാരണം കുതിരവട്ടം അപ്പു ഇവരെക്കാട്ടൊക്കെ കുറച്ച് സീനിയർ ആയതുകൊണ്ടും ഇതിൽ പക്ഷേ മോനയുടെ ക്യാരക്ടർ ഏകദേശം ഇവരെക്കാട്ടൊക്കെ പ്രായക്കുറവുള്ള ഒരു കഥാപാത്രമൊക്കെ ആയതുകൊണ്ട് ആ ഒരു രീതിയിലോട്ടൊക്കെ ഒരു എന്തായാലും സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. പിന്നെ സിബി മലയിൽ പറഞ്ഞിരുന്നത് ഷൂട്ട് തുടങ്ങുമ്പോഴൊന്നും മോഹൻലാലിൻ്റെ കഥാപാത്രം അല്ലെ മോഹൻലാലൊന്നും മനസ്സിലായില്ല, എഴുതി വന്നു ആ ഒരു ഷൂട്ട് നടക്കുമ്പോഴാണ് ആരെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് ബിജു മേനോനെ പോലത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അത്ര കാരണം സുരേഷ് ഗോപിയും ജയറാമിനെക്കാട്ടും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെക്കാട്ടും താരമൂല്യമുള്ള ഒരു നടൻ ചെയ്താലേ അത് നിൽക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവർ കമലഹാസനെയൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ കറങ്ങി തിരിഞ്ഞ് വീണ്ടും മോഹൻലാൽ വെറുതെ മോഹൻലാലോട് പോയി കഥ പറയാമെന്ന് പറഞ്ഞ് ചെന്നു. മോഹൻലാലിനോട് പറയുന്നു, മോഹൻലാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മോഹൻലാൽ സിനിമയുടെ ഭാഗമായി. പിന്നെ ഈ പറഞ്ഞ പോലെ ആ സിനിമ നമുക്കറിയാം എവിടെയോ എത്തി ആ ഒരു സിനിമ. ഇന്നും ആ ഒരു സിനിമയുടെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും നമ്മൾ കാണുന്നതാണ്, ടി വിയിലൊക്കെ വന്നാൽ കാണുന്നതാണ്. അപ്പോൾ വീണ്ടും ഇവർ പറഞ്ഞത് ഇവർക്ക് തന്നെ ഇതേ ടീമിൻ്റെ തന്നെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ചു. അപ്പോൾ ആ ഒരു ധൈര്യമാണ് ഇവർക്ക് ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ഇറക്കാൻ, എന്താ പറയുക, അത് ഇറക്കാൻ കിട്ടിയ ഒരു ധൈര്യം അതാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ ഒരു സിനിമ അന്ന് പ്രിയദർശൻ റീമേക്ക് ചെയ്തിരുന്നത് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് ലേസ എന്ന് പറഞ്ഞ പേരിൽ. അന്ന് അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. കാരണം അന്ന് റൈറ്റ്സ് സമ്മർ ഇബ്രാഹിമിൻ്റെ റൈറ്റ്സ് വാങ്ങാതെ ആണ് പ്രിയദർശൻ അത് ചെയ്തതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇവർ അതിൻ്റെ ഒരു പേരിൽ ഒരു കേസും കാര്യങ്ങളൊക്കെ പോയപ്പോൾ പ്രിയദർശൻ പറഞ്ഞു, ഞാൻ സമ്മർ ഇബ്രാഹിം അല്ല, ഞാൻ വേറെ ഒരു 2 ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ തർക്കങ്ങളൊക്കെ സംഭവിച്ചു. അത് തൃശ്ശയായിരുന്നു അഭിനയിച്ച ശ്യാം എന്ന് പറഞ്ഞ നടൻ. പിന്നെ ജയറാമിൻ്റെ റോൾ അത് വിവേകാണ് ചെയ്തത്. അപ്പോൾ അതിൽ ശരിക്കും അന്ന് ശ്യാമിൻ്റെയും തൃശ്ശയുടെയൊക്കെ തുടക്കകാലത്താണ്. അപ്പോൾ ഇവർ 12B എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഒന്ന് ചെയ്ത് ശ്യാം ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സിനിമ അന്ന് കുഴപ്പമില്ലാത്തൊരു വിജയമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, ലേസ. പക്ഷേ പിന്നീട് ഇവർ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി. എനിക്ക് തോന്നുന്നു കുറച്ച് കോമ്പൻസേഷൻ കൊടുത്തു എന്നൊക്കെ തോന്നുന്നു. എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും അത് പക്ഷേ ഫുള്ളായിട്ട് സമ്മർ ഇബ്രാഹിം എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ മോഹൻലാൽ ക്ലൈമാക്സിൽ വരുന്നുള്ളൂ. അതിലൊരു മാധവൻ്റെ ഒരു ക്യാരക്ടർ അത്യാവശ്യമുണ്ട്, ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സിനിമ കണ്ട എല്ലാവർക്കും കുറേ ഹാരിസ് ജയരാജിൻ്റെ ഉഗ്രൻ പാട്ടുകളൊക്കെ ആയിരുന്നു. ഹാരിസ് ജയരാജിൻ്റെ ഒരു തുടക്കകാലത്തെ കത്തിക്കേറി വരുന്ന ഒരു സമയമായിരുന്നു അത്. പിന്നെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് നമുക്കറിയാം. മോഹൻലാൽ വരുന്നു, മോഹൻലാലിൻ്റെ ഒരു റിക്വസ്റ്റിൽ മഞ്ജു വാര്യരെ സുരേഷ് ഗോപിയുടെ കഥാപാത്രം താലി കെട്ടുന്നതൊക്കെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നേരെ ഒരു ക്ലൈമാക്സിൽ ഏറ്റവും അവസാനത്തെ ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. അതായത് ഭയങ്കര സന്തോഷവതിയായിട്ടുള്ള മഞ്ജു വാര്യരും ഇവരെ കസിൻസിനൊക്കെ യാത്ര അയക്കുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ശരിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സീൻ ഉണ്ടായിരുന്നു. അത് സിബി മലയിൽ കഴിഞ്ഞ ദിവസം ആ ഒരു ഫംഗ്ഷനിൽ പറയുകയും ചെയ്തു. കാരണം ശരിക്ക് നമ്മൾ ഇന്ന് കാണുമ്പോൾ മോഹൻലാലിനെ മാത്രമേ വിവാഹം കഴിക്കൂ, അല്ലെങ്കിൽ മോഹൻലാലിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കുന്ന മഞ്ജു വാര്യർ മോഹൻലാലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സുരേഷ് ഗോപിനെ കല്യാണം കഴിച്ച് നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ശരിക്കും ഭയങ്കര സന്തോഷവതിയായിട്ടൊരു മഞ്ജു വാര്യരാണ്. അപ്പോൾ ഇത് ശരിക്കും ലോജിക്കലി വേണമെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് അവർ അതിലൊരു സീൻ ഷൂട്ട് ചെയ്തിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ മഞ്ജു വാര്യരെ സുരേഷ് ഗോപി കല്യാണം കഴിച്ച് വീട്ടിലോട്ട് വരുന്നതും ജയറാമിൻ്റെ ഒരു കഥാപാത്രമൊക്കെ ഇവരുടെ പാരൻസിനെയും മറ്റു ബന്ധുക്കളെല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വലിയൊരു സീൻ ഉണ്ടായിരുന്നു. ഈ ഒരു സീൻ അന്ന് തിയേറ്ററിൽ ആദ്യത്തെ ഷോ കാണിച്ചിരുന്നു. പക്ഷെ അത് അന്ന് ഭയങ്കര ലാഗ് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പല തിയേറ്ററുകാർ പറഞ്ഞ് ആ ഒരു സീൻ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലെങ്ത്തും ഒരുപാടുണ്ട് ശരിക്കും സിനിമയിൽ. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ലെങ്ത്തും കുറഞ്ഞു, വലിയ കുഴപ്പമൊന്നും പ്രേക്ഷകർക്ക് ആർക്കും ഫീൽ ചെയ്യില്ല. അങ്ങനെ ഒരു സീൻ ഉള്ളതായിട്ട് തന്നെ ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ആ ഒരു സീൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് എന്നൊക്കെ സിനിമയിൽ അത് ഈ അടുത്ത് കുറച്ച് മുമ്പ് സിനിമയിൽ ഒരു ഇൻ്റർവ്യൂവിലാണ് ഇത് ശരിക്കും റിവീൽ ചെയ്തത്. അന്ന് ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു, കുറേ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അതാണ് ആ ലെങ്തി ആയിട്ടുള്ള സീൻ കട്ട് ചെയ്ത് കളഞ്ഞതാണെന്നുള്ളതൊക്കെ. പിന്നെ അതൊന്നും ഇനി ഫിലിമിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അതൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവില്ല. ഇന്നാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞ് തിയേറ്ററിൽ കാണിക്കാത്തതോ അത് OTT വരുമ്പോൾ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ അവർ യൂട്യൂബിൽ ഇടാറുണ്ട്. അപ്പോൾ അന്നൊന്നും പിന്നെ അതത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് അതെവിടെയാണെന്ന് ഇപ്പോൾ അറിയില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ നമുക്കറിയാം ഇതിൽ ആ മഞ്ജു വാര്യരുടെ ഒപ്പമുള്ള ആ മൊത്തം ഒരു 5 വലിയ കസിൻസ്, വലിയ പെൺകുട്ടികൾ. അതിൽ മയൂരി ഇന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഇല്ല, കലപന്മണിയും സുകുമാരിയൊക്കെ പോലെ മയൂരിയും നമ്മൾ വിട്ടുപോയതാണ്. പിന്നെ അതിലൊരു കഥാപാത്രം ചെയ്തത് മഞ്ജുള, അവർ മഹേഷ് ബാബുവിൻ്റെ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ സഹോദരിയാണ്. പിന്നെ ശ്രീജ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, പിന്നെ സംഗീത രസിക എന്നുള്ള പേരിൽ ഇപ്പം തമിഴിലൊക്കെ അഭിനയിച്ച പിതാമഹനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ്. അപ്പോൾ ഇതിൽ ആ പൂച്ചേനെ കൊടുത്തയക്കുന്നത് ആരാണെന്നുള്ള ഒരു ഇത് ഇപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അതുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സിബി മലയിൽ പറഞ്ഞത് ആ ഒരു സിനിമയിൽ തന്നെ അവർ അവസാനം പറയുന്നുണ്ട്, ഒരു 2 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, മയൂരിയുടെ കഥാപാത്രവും സംഗീതയുടെ കഥാപാത്രവും. അതായത് അവർ 2 പേരും കാണിച്ചത് ഞങ്ങൾ 2 പേരിൽ ഒരാളാണ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനി
വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അവരതിന് എന്തെങ്കിലും ഒരു ഉത്തരം നൽകുമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാവില്ല എന്ന രീതിയിൽ തന്നെയാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അത് ആരാണെന്നുള്ളത് ഇപ്പോഴും കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ചകൾ, എൻ്റെ കുറേ ഡീകോഡിങ്ങും അതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാലം മുമ്പ് സംഗീത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അത് സംഗീതയാണ് എന്ന് സംഗീത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഗീതയോട് സിബിമലയിലെ സിബിമലയിലും രഞ്ജിത്തും ഒക്കെ ആദ്യം കഥ പറയുമ്പോൾ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇപ്പോഴും ഉറപ്പ് പറയാറായിട്ടില്ല. എന്തായാലും സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ അഭിനയിച്ച ആ ചെറിയ കുട്ടികൾ അവരിപ്പം വലുതായിട്ട് എനിക്ക് തോന്നുന്നു അതിൽ നിവ്യ എന്ന് പറയുന്ന അന്നത്തെ ബാലതാരം, അവർ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സമ്മറിൻ മദൽഹീമാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അവർ പറഞ്ഞു. അവർ അന്ന് അവർ 12 വയസ്സുള്ളപ്പോൾ അവരുടെ അച്ഛനും അമ്മയുടെയും കൂടിയാണ് കണ്ടത്. ഇന്ന് ഞങ്ങളുടെ എൻ്റെ മക്കളുടെ കൂടി ഇരുന്നാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഡിസംബർ 12 ഇറങ്ങണത്. അപ്പോൾ ക്രിസ്മസിന് തിയേറ്ററിൽ ഉണ്ടാവും. അപ്പോൾ അന്ന് തിയേറ്ററിൽ കാണാത്തവരും കണ്ടവർക്കൊക്കെ വീണ്ടും ആ ഒരു സിനിമ പോയി കാണുക, എൻജോയ് ചെയ്യുക.